എടാ എന്തേലും നടക്കുവോ? നാളെയാ പരീക്ഷ. എടാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ വാരി വലിച്ച് പഠിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ പോരായോ? പഠിക്കാനോ? അല്ല, എഴുതിക്കൊണ്ട് പോയാൽ പോരായോ? ഞാൻ ഒന്ന് നോക്കട്ടെ. അല്ല, നിനക്ക് എങ്ങനെ അറിയാം നാളെ പരീക്ഷയ്ക്ക് വരുന്നത്? എടാ അതിനല്ലയോടാ ഈ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് നോക്കിയാൽ മനസ്സിലാവും ഈ പരീക്ഷയ്ക്ക് എന്തൊക്കെ വരുമെന്ന്. എടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ തെളിച്ചു പറ. എടാ ഇതിനൊക്കെ ഒരു ട്രിക്ക് ഉണ്ട്, പറഞ്ഞുതരാം. ഇപ്പൊ ന്യൂട്ടന്റെ തേർഡിലോ 2020 വന്ന്, 21 വന്ന്, 22 വന്ന്, 23 വന്നില്ല, 24 വന്നില്ല. അപ്പൊ 25 വരുത്തില്ല. അല്ല, വരും. അതെങ്ങനെ? എടാ 20, 21, 22 വന്ന് 3 വർഷം. 23, 24 വന്നില്ല 2 വർഷം. അപ്പൊ 25 വരും 1 വർഷം. പിന്നെ 26, 27, 28 വരത്തില്ല. ഇങ്ങനെ പാറ്റേൺ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതുപോലെ ബുദ്ധി വെച്ച് പഠിച്ചാലേ മാർക്കിങ് വരും. അതോടെ ന്യൂട്ടന്റെ തേർഡിലോ എഴുതണ്ട. അടുത്ത നോക്കട്ടെ. ഓ, നീ ആള് കൊള്ളാലോ. എടാ അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എടാ 20, 21 വന്ന്, 22, 23 വന്നില്ല, 24 വന്ന്. അപ്പൊ 25 വരും. വരും 2, 2, 2, 2. അങ്ങനെ പഠിച്ചാൽ മതിയെടാ, ഇത്രേ ഉള്ളു കാര്യം. ഇന്നലെ അവൻ പറഞ്ഞ എല്ലാ കൊച്ചിനും അതുപോലെ വന്നല്ല. ഇന്നത്തെ പരീക്ഷ ഞാൻ പൊളിക്കും. എന്തുവാ സ്വപ്നം കണ്ടോണ്ടിരിക്കുവാന്നോ? അല്ലടാ, ഇതുപോലെ നമ്മൾ എഴുതിക്കൊണ്ട് പോകുന്ന എല്ലാം നാളെ പരീക്ഷയ്ക്ക് വരുന്ന ആലോചിച്ചതാ. അങ്ങനെ അതെങ്കിൽ 50, 50. നീ ബാക്കി പറ, എഴുതട്ടെ. നോക്കട്ടെ. എടാ പിന്നെ എല്ലാം എടുത്തല്ലോ, ഒന്നും മറന്നിട്ടില്ലല്ലോ. എടാ നീ കാല കിടക്കുന്നുണ്ടോ? ഇന്നലെ വാങ്ങിച്ച ചെരുപ്പ, അത് കീറി അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും മറന്നിട്ടില്ല. ഇന്നത്തെ പരീക്ഷ 50, 50. എങ്കി വാ. ടീച്ചറെ, ഇത് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ അല്ല. അല്ലയോ? കാണിച്ചേ. നീ +1 അല്ലയോ? പിന്നെ ഇത് +1 ക്വസ്റ്റ്യൻ ആണല്ലോ. അല്ല, അപ്പൊ ഇതിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒന്നും ഇല്ലല്ലോ. എടാ മണ്ട, അതൊക്കെ +2 അത് അടുത്ത വർഷം പഠിച്ചാ പോരായോ? അറിയാന്നോ അല്ലാണ്ട് എഴുതി വെക്കടേ. +2 അവന്റെ അമ്മമ്മയുടെ ട്രിക്ക്.